most of the famous companies like Adobe, Freshworks, Intel, എല്ലാ SaaS companiesഉം ഭയങ്കര സ്റ്റോക്കിന് താഴോട്ട് വന്നിട്ടുണ്ട്. $285 billion got washed away within a week span. ക്ലോഡ് സി കമ്പൈലർ ഉണ്ടാക്കിയ യെസ്, എന്തോ AI ഒരു കമ്പൈലർ ഉണ്ടാക്കിയെന്നാണ് ടാഗ് ലൈൻസ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. നിക്കോളസ് ഒരു സാധനം പറയുന്നുണ്ട്, ലൈക്ക് ദിസ് ഇസ് എ ക്ലീൻ റൂം ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞൊരു കോട്ട് കൊടുക്കുന്നത്. സെക്കൻഡ് തിങ്, ദ ജാനിറ്റർ സോഫ്റ്റ്വെയർ. ദെൻ ദർ ഇസ് another റോൾ കോൾഡ് ഒപ്റ്റിമൈസർ. ദെൻ ലാസ്റ്റ് വൺ ഇസ് ക്രിറ്റിക് ജഡ്ജ് പോലെ. They thought to rewrite this entire compiler using Rust. It's a modern version of C which is memory safe. അല്ല, അപ്പോൾ റസ്റ്റും മാനുവൽ അല്ലേ? ഡൂം എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. ബേസിക്കലി അത് കമ്പൈൽ ചെയ്ത് അത് റൺ ചെയ്യുവാണെങ്കിൽ ഐഡിയലി ഇൻ ദ ഐഡിയൽ വേൾഡ് യുവർ കമ്പൈലർ ഇസ് വർക്കിംഗ്. ഡൂം എടുത്തിട്ട് അൺഎക്സ്പെക്ടഡ് പ്ലേസിൽ റൺ ചെയ്യാൻ നോക്കും. ഫോർ എക്സാമ്പിൾ ഫ്രിഡ്ജിന്റെ ഹാർഡ്വെയർ ആയില്ല. ഇപ്പം നമ്മുടെ ആൾക്കാർ പറയുന്ന പോലെ ചുമ്മാ എല്ലാ ആപ്പും നമുക്ക് വൈബ് കോഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. എനിക്ക് തോന്നുന്നില്ല നമ്മളിനി കുത്തിയിരുന്ന് ഈ കോഡൊക്കെ എഴുതി സാധനം ചെയ്യുന്നു. ഐ ഡോണ്ട് തിങ്ക് സോ. ഇൻസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഇനി നമ്മൾ എടുക്കേണ്ടത്. സോ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മൾ സോഫ്റ്റ്വെയർ സാസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കുറേ കപ്പിൾ ഓഫ് ഇയേഴ്സ് വി ഹാവ് ബീൻ വർക്കിംഗ് വിത്ത് സോഫ്റ്റ്വെയർ സാസ് പ്രോഡക്ട്സ്. അപ്പം പെട്ടെന്ന് എല്ലാ സ്റ്റോക്സിനും ഒരു ഭയങ്കര വലിയൊരു ഡിപ്പ് ഉണ്ടായ ഒരു സമയമുണ്ട്. ഓക്കെ, ആൻഡ് എവ്രി വൺ വാസ് പാനിക്ഡ്, ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇങ്ങനെ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഫേമസ് കമ്പനീസ് ലൈക്ക് അഡോബി, ഫ്രഷ്വർക്സ്, നെയിം ഇൻറ്റൽ, എനി കമ്പനി ദാറ്റ് യു ടേക്ക്, എല്ലാ SaaS കമ്പനീസും ഭയങ്കര സ്റ്റോക്കിന് താഴോട്ട് വന്നിട്ടുണ്ട്. സോ നോർമലി ഇത് കണ്ടിട്ടുള്ള പാറ്റേൺ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇൻഫ്ലേഷൻ കാരണമായിരിക്കും, ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കാരണമായിരിക്കും നോർമലി ഈ പാറ്റേൺസ് ഒക്കെ കാണുന്നത്. ബട്ട് നത്തിങ് ഹാപ്പൻഡ് വെരി സ്പെസിഫിക്കലി. എന്താണ് റീസൺ എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ബട്ട് വെൻ വി ഡിഗ് ഡീപ്പ്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് some researcher who actually spent $20,000 and he pulled off a very massive thing. And because of this, investors got panicked and started questioning software people. And എല്ലാവരും ഇങ്ങനെ സെൽ ബട്ടൺ ഞെക്കാൻ തുടങ്ങി. അപ്പം ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിലോർത്തു വിൽ ഗോ ഡീപ്പ് ഇൻ ടു ദിസ് പർട്ടിക്കുലർ പ്രോബ്ലം. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം. ചിലപ്പം ഇത് ഇൻട്രസ്റ്റിംഗ്, സ്കാരി, എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ബട്ട് the gist is like $285 billion got washed away within a week span because of this incident. So today, once again, welcome to Math++ podcast. Today we have Aravind and Arun. So ശ്രീധർ വെമ്പു ഇതിനെ പറ്റിയാണോ ട്വീറ്റ് ചെയ്തത്? യെസ്. അപ്പം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എനിക്കിപ്പോൾ തോന്നുന്നു എന്തോ ആന്ത്രോപ്പിക്കിൻ്റെ ഇന്ത്യൻ CEO. എന്താ വെച്ചാൽ കാരണം എന്ന് പറഞ്ഞാൽ ലൈക്ക് ആന്ത്രോപ്പിക്കിൻ്റെ CEO ആണെങ്കിൽ എല്ലാ റിലീസിനും പറയും ഇനി ഹ്യൂമൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് നമ്മുടെ എല്ലാ സാധനങ്ങളും AI ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീധർ വെമ്പു ഇത് കേട്ടപ്പം അത് ശരിയാണല്ലോ, ഇനി നമുക്ക് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ദ റിയാലിറ്റി. ബട്ട് ഈ ഒരു റിപ്പോർട്ട് വായിച്ചപ്പം നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഈ റിപ്പോർട്ട് കണ്ടായിരുന്നോ? നീ പറയുന്നത് മറ്റേ ക്ലോഡ് സി കമ്പൈലർ ഉണ്ടാക്കിയ? യെസ്, മറ്റേ AI ഒരു കമ്പൈലർ ഉണ്ടാക്കിയെന്നാണ് ടാഗ് ലൈൻസ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ ഈ ന്യൂസ് നിങ്ങളിത് കേട്ടോ? അത് നമ്മൾ എങ്ങനെയായിരുന്നു നിങ്ങൾ റിസീവ് ചെയ്തത് ഈ ന്യൂസിന്? ഡെഫിനറ്റ്ലി ആ പ്രോബ്ലം, ആ സൊല്യൂഷനും ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ക്ലോഡിലേക്ക് വർക്ക് ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു കമ്പൈലർ ഉണ്ടാക്കാണ്. അപ്പോൾ അതിനകത്ത് ഇൻപുട്ടും ഡിറ്റർമിനിസ്റ്റിക് ആണ്, ഔട്ട്പുട്ടും ഡിറ്റർമിനിസ്റ്റിക് ആണ്. നമുക്ക് ആ ക്ലോഡിന് ആ ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടാക്കാനും എളുപ്പമല്ല. ഐ മീൻ റിലേറ്റീവ്ലി ഒരു സിംപ്ലർ, മേ ബി നോട്ട് സിമ്പിൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് വേർഡല്ല, റിലേറ്റീവ്ലി ഒരു കറക്റ്റ് പ്രോബ്ലമാണ് ഒരു LLM സോൾവ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്നത്. അത് നല്ലതായിട്ട് ചെയ്തു. ലൈക്ക് ആ LLM എനിക്ക് തോന്നുന്നു നന്നായിട്ട് പെർഫോം ചെയ്തു. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇത് ചെയ്യാമെന്ന് വെച്ചാൽ ലൈക്ക് സോ ഐ വാസ് റീഡിങ് അബൌട്ട് ദിസ് ആർട്ടിക്കിൾ ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ് ദിസ് ഇസ് ഡൺ ബൈ എ പേഴ്സൺ കോൾഡ് നിക്കോളസ്. ഓക്കെ, നിക്കോളസ് ഇസ് എ സെക്യൂരിറ്റി റിസർച്ചർ ഈ ആന്ത്രോപ്പിക്കിൻ്റെ ടീമിനകത്തുള്ള. സോ അവരുടെ എനിക്ക് തോന്നുന്നു ക്ലോഡ് 4.6 റിലീസ് ചെയ്യുന്ന സമയത്താണ് അവർ, of course നമ്മൾ ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ മാർക്കറ്റിംഗ് സ്റ്റണ്ട് ആസ് വെൽ. ദാറ്റ് ഈസ് ലൈക്ക് ആന്ത്രോപിക്കിന്റെ ആർട്ടിക്കിൾസ് മിക്കവാറും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. യെസ്, എക്സാക്ട്ലി. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ലൈക്ക് അതിൻ്റെ AI സൈബർ സെക്യൂരിറ്റി അറ്റാക്ക്, ലൈക്ക് അത് ആന്ത്രോപ്പിക്കിൻ്റെ ഹെഡ്ലൈൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതൊരു മാർക്കറ്റിംഗ് ഗെയിമാണ്. പക്ഷേ ഇവിടെ എനിക്ക് ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയത് ലൈക്ക്
ഈ റിസർച്ചർ ചെയ്ത ഹ്യൂമൻ എഞ്ചിനീയറിംഗ് സൈഡും അത് എങ്ങനെ ആർക്കിടെക്റ്റ് ചെയ്തു. ഈവൻ ഹി ഹാസ് ഡൺ എ ലോട്ട് ഓഫ് AI സ്റ്റഫ്. കാരണം ഇത് കുറേ ക്ലോഡ് ഓപ്പസിനെ കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നോക്കി. ആൻഡ് ഹി ബിക്കെയിം സക്സസ്ഫുൾ ടുവേർഡ്സ് ദി എൻഡ്. ബട്ട് പുള്ളി ചെയ്ത എൻജിനീയറിംഗ് വർക്ക്സ് ഇതിനെക്കുറിച്ച് ഡിസ്ക്രിപ്റ്റീവ്ലി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് കോട്ട് മൈ ഐസ്. ആൻഡ് പിന്നെ എന്നെ സ്ട്രക്ക് ചെയ്ത തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈ ഡിഡ് ഹി ചൂസ് a C compiler? Like, he could have chosen so many things. Like maybe even a database. Exactly. Like, you could have chosen a database, or maybe like നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ക്ലോണോ എന്ത് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ they went very specific to something like compilers. Like എല്ലാവരും പറയുന്നത്, ബിക്കോസ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഇൻ ദ ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സ്, GCC എന്ന് പറയുന്നതാണ് ലൈക്ക് ഒരു ഫൗണ്ടേഷണൽ ഒരു പ്രൊജക്റ്റും ഒരു ഫൗണ്ടേഷണൽ ടൂളും നമ്മുടെ എല്ലാ സോഫ്റ്റ്വെയറും ഉണ്ടാക്കുന്നത്. ലൈക്ക് GCC ആണ് ലിനക്സ് കമ്പൈൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു C കമ്പൈലറാണ് ലിനക്സ് കമ്പൈൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ലിനക്സ് ആണ് ബേസിക്കലി ബെഡ്റോക്ക് ഓഫ് എവറിത്തിങ് നമ്മൾ കാണുന്നത്. പിന്നെ ഫ്ലൈറ്റ് സിസ്റ്റംസ്, അത് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും എല്ലാത്തിൻ്റെ ഒരു ഫൗണ്ടേഷണൽ സാധനമാണ് ഒരു C കമ്പൈലർ എന്ന് പറയുന്നത്. അപ്പം അത് ഒരു AIക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിത്തിങ് ഈസ് പോസിബിൾ. അല്ലെങ്കിൽ ഇറ്റ് സിംബിളൈസസ് സംതിങ്, റൈറ്റ്? മേ ബി അതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആയിരിക്കാം ഓക്കെ ഇതൊരു ഹാർഡ് പ്രോബ്ലം ആണ്, ഡിറ്റർമിനിസ്റ്റിക് ഇൻപുട്ടാണ്, ഡിറ്റർമിനിസ്റ്റിക് ഔട്ട്പുട്ടാണ്, ഇഷ്ടംപോലെ ടെസ്റ്റ് കേസസ് ഉണ്ട്, ഇഷ്ടംപോലെ ട്രെയിനിങ് ഡേറ്റ ഉണ്ട്. ഐ തിങ്ക് എനിക്ക് ഒരു ഹാർഡ് പ്രോബ്ലം ആണ്. അപ്പം നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാന്നുള്ള ഒരു ഐഡിയയിൽ എടുത്തായിരിക്കണം. അല്ലാതെ ഇത്രയും ഫിലോസഫി എനിക്കറിയില്ല കേട്ടോ. അല്ല, ഫിലോസഫി അല്ല ബേസിക്കലി. ഞാൻ കാരണം നമ്മൾ നോർമലി ബാക്കിയുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ മൈഗ്രേഷൻ വെച്ചായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ചില മോഡൽസ് ടെസ്റ്റ് ചെയ്യുന്നത് കുറേ ബെഞ്ച് മാർക്കിംഗ് ടെസ്റ്റിംഗ് ടൂൾസ് ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ അവരങ്ങനെ പറയുന്നത്, ഓക്കെ ഇതിന് ഇത്ര റാങ്ക് ചെയ്തു, ഇത് ഇത്ര ബെഞ്ച് മാർക്ക് ഉണ്ട്, ഇത് ഇത്ര 4 പോയിന്റ്. So suddenly this just dropped that bombshell like, oh, we build the compiler. അത് കേൾക്കുമ്പോൾ ഒരു, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെരി ക്യാച്ചി ടൈറ്റിലാണ്. വെരി ക്യാച്ചി ടൈറ്റിൽ. ബേസിക്കലി കമ്പൈലർ ഉണ്ടാക്കി, ഈ C കമ്പൈലർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് they have lots of test which is like very very hard to break. അപ്പോൾ hard to crack. For compilers. For compilers. ഈ കമ്പൈലേഴ്സിന് തന്നെ, because compilers are eventually compiling the entire code base, and it has to run efficiently. Right. So അതുകൊണ്ട് അതിൻ്റെ എഡ്ജ് കേസസ്, ഭയങ്കര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡ്ജ് കേസസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറേ ടെസ്റ്റിംഗ് ടൂൾസ് ഉണ്ട്, കുറേ ടെസ്റ്റ്സ് ഉണ്ട്, വിച്ച് ഇസ് ലൈക്ക് വെരി ഹാർഡ് ടു ക്രാക്ക്. എന്ന് വെച്ചാൽ അത്രയും നല്ലതായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ടെസ്റ്റ് കേസ്. സോ some people are saying that they wanted to show off, like, you know, that we can do this with Opus 4.6 so that developers would gain more trust. Because Instagram clone ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഭയങ്കര ഒപ്പീനിയേറ്റഡ് ആണ്. ബട്ടൺ ഒന്ന് പോപ്പി ആക്കുക അല്ലെങ്കിൽ കളർ മാറ്റുക, വിച്ച് ഇസ് വെരി സിമ്പിൾ തിങ്. അപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ഇത് ഞാൻ വായിച്ചായിരുന്നു. ആൻഡ് ബിക്കോസ് ഈ കമ്പൈലേഴ്സിൻ്റെ ടെസ്റ്റ് ഭയങ്കര ഹാർഡ് ആകുന്നതുകൊണ്ട്, ഈവൻ നീ പറഞ്ഞ പോലെ ഡിറ്റർമിനിസ്റ്റിക് ഔട്ട്പുട്ടാണ്, എല്ലാം പ്രീ ഡിഫൈൻഡ് ആണ്. പക്ഷേ the lines of code that you have in this compiler is like huge. So they wanted to show, because ഇവർ കോണ്ടെക്സ്റ്റ് ഒക്കെ കൂട്ടിയല്ലോ, ലൈക്ക് 4.6ൻ്റെ കോണ്ടെക്സ്റ്റ് ബേസിക്കലി ഇച്ചിരി ലാർജർ ആണ്. സോ ദേ വോണ്ട് ടു ഷോ ഓഫ് ദാറ്റ് ഓക്കെ നമുക്ക് ഇത്രയും ലാർജ് സാധനങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അവർ എക്സ്പെരിമെൻ്റ് ആയിട്ട് എടുത്ത്. പക്ഷേ നമ്മൾ ആർട്ടിക്കിൾ റീഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ ആ കോണ്ടെക്സ്റ്റ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, കോണ്ടെക്സ്റ്റ് റോട്ട് എന്നാണെന്ന് അവർ വിളിക്കുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ. ആസിൽ അവർ ഓരോ ഏജൻറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ ന്യൂ കോണ്ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. എടാ അത് എന്താണെന്നറിയാം, അത് പിന്നെ ഡൗൺ ദ ലൈനിൽ ഇപ്പോൾ നമ്മൾ ഡൗൺ ദ ലൈൻ അവരൊരു ഇഷ്യൂ സോൾവ് ചെയ്യണം, അത് നമുക്ക് വരാം. ഐ തിങ്ക് they wanted to solve a particular issue which they might run into this particular problem. അതുകൊണ്ടാണ് അവരത് ഫ്രഷ് ക്ലിയർ ചെയ്തുകൊണ്ട്. ഓക്കെ, എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് വായിച്ചപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ ഓർത്ത് ഇവർ ഒരു ഓക്കെ വാട്ട് ദേ ഗോയിങ് ടു ഡു ഇസ് ലൈക്ക് ദേ ഗോയിങ് ടു ടൈപ്പ് എ പ്രോംപ്റ്റ് and they're saying like, okay, build a compiler. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, അങ്ങനെ എന്തായിരിക്കും കമ്പൈലേഴ്സിൻ്റെ കോംപ്ലക്സിറ്റി? ലൈക്ക് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? ലൈക്ക് ഇല്ല, എനിക്കൊന്ന് അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഫുൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി ആ പോസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റം തന്നെ വേണം. ലൈക്ക് അത് നമുക്ക് ആ സാധനം ഒരു 0 to 1 എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ക്ലോഡിനോട് ചെന്ന് ഓക്കെ ബിൽഡ് മീ എ C കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യത്തില്ല. എനിക്കൊന്ന് അവരുപയോഗിച്ചത് ഒരു
മൾട്ടി ഏജൻറ്റ് സിസ്റ്റമാണ്. അപ്പം ഒരു സെറ്റപ്പ് ഉണ്ട് അതിന്. ലൈക്ക് അത് ഡിഫറെൻറ്റ് ടാസ്ക് ഡിഫറെൻറ്റ് ഫയൽസിലാക്കി, എന്നിട്ട് ഓരോ ഏജൻറ്റിനും ഓരോ ടാസ്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അത് ഓരോ ഏജൻറ്റും ഡിഫറെൻറ്റ് ഗിറ്റ് വർക്ക് ട്രീസിലാണ് അവരുടെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ എൻവിറോൺമെൻറ്റ് ഉണ്ട്, ലൈക്ക് ഡോക്കർ കണ്ടെയ്നേഴ്സ്, തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ ആ ഏജൻറ്റ് ഓർക്കസ്ട്രേറ്റർ എന്ന് പറഞ്ഞ സാധനം ഈ നിക്കോളസ് ആണ് എഴുതിയതും ഡിസൈൻ ചെയ്തതും എല്ലാം. സോ ഇത് വളരെ സിമിലറാണ് നമ്മൾ ആ AI സെക്യൂരിറ്റി എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. അതും സെയിം ആണ്. ഒരു ഓർക്കസ്ട്രേറ്റർ ഉണ്ട്, മൾട്ടിപ്പിൾ ഏജൻസ് ഉണ്ട്. എനിക്കൊന്ന് ഏകദേശം സിമിലർ ഒരു വർക്ക് ഫ്ലോ. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ എന്ത് പറയുന്നത്, നമ്മൾ ഡേ ടു ഡേ കോഡിങ് മെത്തഡോളജീസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഗിറ്റ് വർക്ക് ട്രീസ്, പിന്നെ ഒരു ടാസ്ക് ഒരു ഏജൻറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഗിറ്റ് ലോക്ക് ചെയ്യും. അപ്പോൾ അത് വേറൊരു ഏജൻറ്റ് പിക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഫ്രെയിം വർക്ക് തന്നെ വേണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ആക്ച്വലി ഇപ്പം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ടു ഗിവ് just to the listeners, ഇപ്പം who are not into compilers or something like that, നമ്മൾ എനിക്ക് തോന്നുന്നു 7th സെമിസ്റ്ററിലൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് കമ്പൈലേഴ്സ് ഹാർഡ് ആണെന്ന് പറഞ്ഞ്. ബട്ട് ടെക്നിക്കലി സ്പീക്കിംഗ് കമ്പൈലേഴ്സ് ആർ വെരി ഹാർഡ് ടു മേക്ക്. ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് ലിറ്ററലി ഇറ്റ് ടേക്സ് lot of years of experience to give out that to make a compiler very robust. അപ്പം ഒരു കോംപ്ലക്സിറ്റി അതിനകത്ത് ബൈ ഡിഫോൾട്ട് ആയിട്ടുണ്ട്. സോ ആൻഡ് ആ കോംപ്ലക്സിറ്റീനെ നമുക്ക് തിരിച്ച് റീറൈറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ നിക്കോളസ് പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്, ബേസിക്കലി വിത്ത് ദ ക്ലോഡ്. നമ്മളെപ്പോഴും ഓൾസോ കമ്പൈലേഴ്സ് ഹാർഡാണ് ടു ബിൽഡ് ഫ്രം സ്ക്രാച്ച്. നമുക്ക് ഒന്നുമില്ലാത്ത സ്ഥലത്തു നിന്ന് ഒരു കമ്പൈലർ ഉണ്ടാക്കുന്നത് ഹാർഡാണ്. നമുക്കിപ്പം നമ്മൾ ഓർക്കും ലൈക്ക് ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ പുതിയ ലാംഗ്വേജസ് ഒക്കെ വരുന്നുണ്ട്, ലൈക്ക് റസ്റ്റ്, പിന്നെ ബാമിൽ, ഗോ, ഇങ്ങനത്തെ ലാംഗ്വേജസ് ഉണ്ട്. പക്ഷേ നമ്മളത് ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കിയാൽ അറിയാം, മോസ്റ്റ് പ്രോബബ്ലി അതിനൊരു കമ്പൈലർ ബാക്ക് എൻഡ് കാണും. ആ കമ്പൈലർ ബാക്ക് എൻഡ് ഒരു എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റ് ആയിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റസ്റ്റ് കമ്പൈലർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് LLVM എന്ന് പറഞ്ഞ കമ്പൈലർ ബാക്ക് എൻഡ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റസ്റ്റിൽ കോഡ് എഴുതി അത് കമ്പൈൽ ആവുന്നത് ഓർ അത് റസ്റ്റ് കമ്പൈലർ അത് മാറ്റുന്നത് ബേസിക്കലി LLVM ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനിലോട്ടാണ്. അവിടെ ആ റസ്റ്റ് പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ റസ്റ്റ് പാർട്ട് ഓഫ് തിങ്സിൻ്റെ പണി കഴിഞ്ഞു മോസ്റ്റ്ലി. ദെൻ ബാക്കി ഒപ്റ്റിമൈസേഷൻസും ബാക്കി കാര്യങ്ങളും നടക്കുന്നത് LLVM-നകത്താണ്. LLVM നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 25 years ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ്. സോ ആ 25 years ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ആ കമ്പൈലറിൻ്റെ ഫൗണ്ടേഷൻ. സോ ഫ്രം സ്ക്രാച്ച് നമ്മളത് ഉണ്ടാക്കി ആ സെയിം ലെവൽ ഓഫ് മെച്യൂരിറ്റി എത്തിക്കണം എന്നുണ്ടെങ്കിൽ വെരി ഹാർഡ് പ്രോബ്ലം. ദാറ്റ്സ് വാട്ട് ഈവൻ GCC ആണെങ്കിലും കമ്മ്യൂണിറ്റി സപ്പോർട്ടോടെ എനിക്ക് തോന്നുന്നു 37 years ആയിട്ട് അത് റൺ ചെയ്യും. ഇപ്പോഴും ആൾക്കാർ എല്ലാ സിസ്റ്റംസും കമ്പൈൽ ചെയ്യുന്നത് GCC. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. നമ്മളിപ്പം ബിൽഡ് എന്തോ നമ്മൾ പറയുന്നത് ബിൽഡ് എ സോഷ്യൽ മീഡിയ ആപ്പ്, ബിൽഡ് നെറ്റ്ഫ്ലിക്സ്. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമ്മുടെ LLM യൂസ് ചെയ്യാനുള്ള കോഡൊക്കെ ജനറേറ്റ് ചെയ്ത് ഈവൻ ദാറ്റ് റിക്വയർസ് സം ലെവൽ ഓഫ് പ്ലാനിങ്. അപ്പം അതിൽ നിന്ന് കമ്പൈലർ മച്ച് മോർ ഹയർ ലെവൽ ഡിഫിക്കൽട്ടി ആയിരിക്കുമല്ലോ. ആ ലെവൽ ഓഫ് പ്ലാനിങ് അതിന് റിക്വയർ. അപ്പം അത്രയും. സോ ദാറ്റ് ഇസ് വൈ ഇതിന് കോംപ്ലക്സിറ്റി ഇച്ചിരി കൂടുതലാണ്. ജസ്റ്റ് ടു ഗിവ് യു ജസ്റ്റ് that complexity is hard. So that is why they took this as a challenge. Pinna എനിക്ക് തോന്നുന്നു like coming to that setup also, right, like that is also one of the things that I was reading, like എന്ന് വെച്ചാൽ ആ സെറ്റപ്പിനെ കുറിച്ച് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മളിപ്പം ക്ലോഡ്, ഇപ്പം നമ്മുടെ കയ്യിൽ കർസറുണ്ട്, ക്ലോഡ് ഉണ്ട്, നമ്മൾ എന്താ ആദ്യമേ ചെയ്യുന്നത്, ഹേ എടാ ഇവിടെ ഒരു എടാ ഒന്ന് ഫിക്സ് ചെയ്ത് തിരിച്ചു, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കമ്പൈലറിനകത്ത് അവരിങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ മിക്കവാറും ഇത് സക്സസ്ഫുൾ ആകാൻ ചാൻസ് ഭയങ്കര കുറവാണ്. ബിക്കോസ് വൺ തിങ് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ലൈക്ക് ഇപ്പോൾ പല ക്ലോഡ്സിനെ ഇട്ട് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 16 ക്ലോഡ് ഏജൻസിനെ അവർ സ്പിൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദർ ആർ അറൗണ്ട് 2000 ക്ലോഡ് സെഷൻസ് ദാറ്റ് വെൻറ്റ് അലോങ്. അപ്പോൾ 16 ക്ലോഡ്. അപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ നമ്മൾ തന്നെ 3 പേര് നമ്മൾ തന്നെ ഒരു പ്രൊജക്റ്റിനകത്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ കുറേ കോൺഫ്ലിക്ട്സ് വരാൻ ചാൻസസ് കൂടുതലാണ്. മനസ്സിലായി? മേർജ് കോൺഫ്ലിക്ട്സ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഡെഫിനറ്റ്ലി 16 ഏജൻസ് ഒരുമിച്ച് ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പം 100% കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. സോ ഞാനിവിടെ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്ന് വെച്ചാൽ ദ തോട്ട് പ്രോസസ് ദാറ്റ് ഹി ഹാഡ്. ലൈക്ക് ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു വലിയ ടാസ്കിനെ നേരിടാൻ പോവാണ്, അപ്പം ഞാൻ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള
എൻവയോൺമെന്റ് Environment set ചെയ്ത് കൊടുക്കണം, കൊടുക്കും, yeah. മനസ്സിലായി. ദാറ്റ് തോട്ട് പ്രോസസ് ഇസ് ലൈക്ക് അഗൈൻ അത് നമ്മൾ ഓർക്കണം. അതെനിക്ക് തോന്നുന്നൊരു വൈബ് കോഡിങ്ങിൽ നമുക്ക് അങ്ങനെ ചുമ്മാ കിട്ടത്തില്ല. ഇറ്റ് കംസ് ത്രൂ എക്സ്പീരിയൻസ് ദാറ്റ്. അത് മറ്റേ ഗുഡ് സോഫ്റ്റ്വെയർ പ്രിൻസിപ്പിൾസ് എന്ന് വന്ന എക്സാക്ട്ലി കാര്യങ്ങളായിരിക്കും. എക്സാക്ട്ലി. അപ്പോൾ ആർക്കെങ്കിലും തോന്നുമോ ഇപ്പോൾ എല്ലാവർക്കും വൈബ് കോഡ് ചെയ്താൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് ചോദിച്ചാൽ ദാറ്റ് കോൺസെപ്റ്റിനോട് നമുക്ക് ഇപ്പോഴാണ് നമുക്ക് അറിയുന്നത് ലൈക്ക് യു ഹാവ് ടു യൂസ് സം യോർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, എന്നാലേ നമുക്കിത് തിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതിനെ ഐസൊലേറ്റ് ചെയ്യണം അല്ലേ. എനിക്ക് നമ്മൾ ഒരു സി എയോട് സംസാരിച്ചപ്പം ഇപ്പം നമുക്ക് നോർമലി തോന്നുമല്ലോ ലൈക്ക് ഇപ്പം LLM-ഉം ചാറ്റ് GPT പെർപ്ലക്സിറ്റി എല്ലാം ഉണ്ട്, നമുക്ക് തന്നെ ടാക്സ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എനിക്കത് ജെനുവിൻ ഡൗട്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു സി എക്ക് ആ ടൂള് ലൈക്ക് ചാറ്റ് GPT പെർപ്ലക്സിറ്റിയോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിലും ബെറ്റർ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് സ്റ്റിൽ അതൊരു ഫോഴ്സ് നമ്മളെനിക്കൊന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഫോഴ്സ് മൾട്ടിപ്ലെയറാണ് എന്നുവെച്ചാൽ 0 into something 0 അപ്പോൾ എന്തെങ്കിലും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സോ ദ സെറ്റപ്പ് ഐ തിങ്ക് കീപ്പ് പറഞ്ഞ പോലെ ദ സെറ്റപ്പ് ഇസ് ഓൾസോ വെരി സിമ്പിൾ. ഇത് റിപ്പോർട്ടിനകത്ത് അവർ പറയുന്നുണ്ട് ലൈക്ക് എല്ലാവർക്കും അവർ ഈ നിക്കോളസ് പേഴ്സൺ ആസ് എൻ ലൈക്ക് ഹീ കൺസിഡേർഡ് എവറി ഏജൻറ്റ് ആസ് എ ഹ്യൂമൻ കൈൻഡ് ഓഫ് തിങ്. അങ്ങനെ 16 ഹ്യൂമൻസ് ഉണ്ട്. ഹീ ടേംഡ് ഇറ്റ് ആസ് ഇന്റേൺസ് വർക്കിംഗ് ഇൻ ഹിസ് കമ്പനി. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, എനിക്ക് ഇതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മൾ ഓർക്കും എല്ലാവരും ഇൻറ്റേൺസിനെ വെച്ച് നമുക്ക് പണിയൊക്കെ ചെയ്യിപ്പിക്കണം. പക്ഷേ നമ്മൾ ഇൻറ്റേൺസിനെ ഹയർ ചെയ്തിട്ട് നമ്മൾ അവർക്ക് ഒരു പ്രോബ്ലം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്തോരം കെയോസ് ഉണ്ടാകും. എന്ന് വെച്ചാൽ ഒരുത്തന് ഇവിടെ ഇത് വരത്തില്ല, അത് ആ പ്രോബ്ലം ഈ പ്രോബ്ലം അങ്ങനെ പ്രോബ്ലം. സോ ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ കുറേ ഇൻറ്റേൺസിനെ വെച്ചിട്ട് ലൈക്ക് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ബിക്കോസ് ഒന്നാമത് അവരുടെ പ്രോബ്ലം അല്ല, ബിക്കോസ് അവരെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഈ ഏജൻസിനെ നമ്മളിങ്ങനെ ചുമ്മാ ഒരു റൂമിലോട്ട് കൊണ്ടിട്ടെങ്കിൽ അവരെന്തുമായിരിക്കും ചെയ്യാൻ പോകുന്നത് ലൈക്ക് ലിറ്ററലി. സോ ദാറ്റ്സ് മേ ബി ഹിസ് തോട്ട് പ്രോസസ്. അപ്പോൾ അവരെ ഇങ്ങനെ റൂമിൽ ഇടാൻ പാടില്ല. സോ ഡോക്കറായിട്ട് കണ്ടെയ്നറൈസ് ചെയ്ത് അങ്ങോട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നു, ജനറൽസും ആർമി. എപ്പിസോഡിനകത്തുണ്ടായിരുന്നു. ശരിയാ, അതേ സെയിം സെറ്റപ്പ്. എനിക്കത് തോന്നി ലൈക്ക് ഹി ജസ്റ്റ് മെയ്ഡ് ദാറ്റ് സെറ്റപ്പ് ഓക്കെ ആൻഡ് ഗിറ്റ് യൂസ് ചെയ്ത് ബേസിക് ഗിറ്റ് യൂസ് ചെയ്ത് അവൻ മെക്കാനിസം പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ദെൻ ഹീ സ്റ്റാർട്ടഡ് എക്സിക്യൂട്ടിങ് ദിസ് പർട്ടിക്കുലർ ടാസ്ക്. അപ്പം നമുക്കറിയാം ഈ ഒരു സാധനം റസ്റ്റിലാണ് എനിക്ക് തോന്നുന്നു ബിൽഡ് ചെയ്തത് ഫുൾ. That's another challenge that they took. They thought to rewrite this entire compiler using Rust. അപ്പോൾ അതും ഒരു എന്തുകൊണ്ടായിരിക്കും റസ്റ്റ് ചൂസ് ചെയ്തത്? എൻ്റെ രീതിയിൽ റസ്റ്റ് ഇസ് പ്രൊവൈഡ് ലൈക്ക് ഇറ്റ്സ് മോഡേൺ വേർഷൻ ഓഫ് സി വിച്ച് ഇസ് മെമ്മറി സേഫ്. ദാറ്റ് കുഡ് ബി വൺ അവർക്ക്. സോ നമ്മുടെ ഒരു ആഗ്രഹം കൂടെ ആയിരുന്നു, നമ്മൾ സി എഴുതിയപ്പോഴും തന്നെയാണെങ്കിലും സിയിൽ എന്ത് എഴുതിയാലും മാനുവലി മെമ്മറീനെ പോയി ഫ്രീ ചെയ്യണം. ഓക്കെ, അല്ല അപ്പോൾ റസ്റ്റും മാനുവൽ അല്ലേ മെമ്മറി മാനേജ്മെൻറ്റ്? മാനുവൽ അല്ലല്ലോ റസ്റ്റിലെ മെമ്മറി മാനേജ്മെന്റ് മാനുവൽ ആണ്. പക്ഷേ കമ്പൈൽ ടൈമിൽ നമ്മുടെ കമ്പൈലർ നമ്മളെ ഹെൽപ്പ് ചെയ്യും, അത് നമ്മൾ കോഡ് എഴുതുമ്പോൾ ചെയ്യാം. സോ റസ്റ്റിന് ലൈക്ക് ഗാർബേജ് കളക്ടർ ഇല്ല. ഗാർബേജ് കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത മെമ്മറി റീക്ലെയിം ചെയ്യുന്ന സാധനമാണ് ഗാർബേജ് കളക്ടർ. അപ്പം റസ്റ്റിന് ഗാർബേജ് കളക്ടർ ഇല്ല. പക്ഷേ നമ്മൾ കോഡ് എഴുതുമ്പോൾ റസ്റ്റ് കമ്പൈലർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മളൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെമ്മറി തിരിച്ചു കൊടുക്കണം. അത് നമ്മൾ കോഡ് എഴുതുമ്പോൾ കമ്പൈലർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അത് ചെയ്യാൻ. അപ്പോൾ അജോ പറഞ്ഞാൽ ശരിയാണ്, ലൈക്ക് വേ ബെറ്റർ ദാൻ സി ആണ് റസ്റ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു റീസൺ കൂടെ മേ ബി കാണും. ബിക്കോസ് ഇതുപോലെ തന്നെ LLMസിന് വർക്ക് ചെയ്യാൻ ഇഷ്ടം ലൈക്ക് ഒരു ഒന്ന് ടൈപ്പ് സേഫ്, 2 ഗുഡ് എറർ മെസ്സേജസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ എല്ലാം ഒരു മിസ്റ്റേക്ക് വരുത്തി, അതെന്തുവാന്ന് ലൈക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് ചെയ്യാം. ഓക്കെ, ആ ഫീഡ്ബാക്ക് ലൂപ്പ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, കുറച്ചുകൂടെ റിലയബിൾ റോബസ്റ്റ് ആയിരിക്കും. സോ റസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റസ്റ്റിൻ്റെ കമ്പൈലർ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയ നല്ല എറർ മെസ്സേജസ് ഉണ്ട്. സോ റസ്റ്റിന് ഞാനൊരു കോഡ് എഴുതുക അല്ലെങ്കിൽ LLM ഒരു കോഡ് എഴുതുക, അപ്പം എന്തെങ്കിലും തെറ്റ് പറ്റി നല്ല എറർ മെസ്സേജ് വന്നു. പിന്നെ റിച്ച് ടൈപ്പ് സിസ്റ്റമാണ്. അപ്പം നമുക്ക് എല്ലാ സ്റ്റേറ്റ്സും ടൈപ്സ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇപ്പം വെരിഫയബിളാണ്, സ്റ്റേറ്റ്സും വെരിഫയബിളാണ്. അപ്പം നമ്മളെ കമ്പൈലർ ഹെൽപ്പ് ചെയ്യും ആ ഫീഡ്ബാക്ക് ലൂപ്പ് ഇങ്ങനെ റൺ ചെയ്യാൻ, ലൈക്ക് മോർ റിലയബിൾ ആയിട്ട്. ഇപ്പോൾ ഒരു ടൈപ്പ് സേഫ് ലാംഗ്വേജ് അല്ല അല്ലെങ്കിൽ റസ്റ്റ് പോലത്തെ ഒരു ലാംഗ്വേജ് അല്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ജാവാസ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ
ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും ആക്ച്വലി. അത് ഇച്ചിരി പാടായിരിക്കും ചെയ്യാൻ. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ. അതൊരു നല്ല ഗുഡ് ചാലഞ്ച് ആയിരിക്കും. ഞാനാണെങ്കിലും റീറൈറ്റ് ചെയ്യുവാണെങ്കിലും നമ്മളൊരു ടൈപ്പ് സേഫിലോട്ട് പോകാൻ നമുക്ക് പ്രിഫർ ചെയ്യുന്ന മെമ്മറി സേഫ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു റീസൺ ഉണ്ട്. ബട്ട് ദ അതർ തിങ് ഈ ഇങ്ങനെ ഒരു കണ്ടെയ്നറൈസേഷൻ ഇസ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ഹീ ഡിഡ്. സെക്കൻഡ് തിങ് നമ്മൾ ഓർക്കുന്നതെന്ന് വെച്ചാൽ ഇൻറ്റേൺസ്, ഇപ്പം നമ്മുടെ കമ്പനിയിലാണെങ്കിൽ ഇൻറ്റേൺസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് ആരെങ്കിലും ഒരു മാനേജർ അവിടെ കൊണ്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദി സെക്കൻഡ് തിങ്, ഹീ ഡിഡ്ന്റ് ഹാവ് എൻ AI ഓർക്കസ്ട്രേറ്റർ. ലൈക്ക് സോ വാട്ട് ഡിഡ് ഹീ ഡു ഇസ് ബേസിക്കലി ഹീ ക്രിയേറ്റഡ് ഓരോ ഏജൻറ്റിനും അവരുടേതായിട്ടുള്ള റോൾസ് ക്രിയേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ കുറേ ഗുഡ് കോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്ന് വെച്ചാൽ ലൈക്ക് ഓരോ ആൾക്കാർ ഒരാൾ പാർസർ എഴുതും, ഒരാൾ ലിങ്കർ എഴുതും, അങ്ങനെ ഓരോ അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആൾക്കാരുണ്ട്. സെക്കൻഡ് തിങ് ഹി ഹാസ് മെൻഷൻഡ് ഇസ് കോൾഡ് ആസ് ദ ജാനിറ്റർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അത് എനിക്ക് തോന്നുന്നു റിയൽ ലൈഫിലും ഇറ്റ്സ് എ ഗുഡ് റോൾ. സോ എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന കോഡ്, നമ്മൾ ചില ആൾക്കാർ അതിൻ്റെ ഫങ്ഷനാലിറ്റീസ് നല്ല എഴുതും. But there would be some other engineers who would go through that functionalities and fix. ഇപ്പം നമ്മൾ പല ഫയൽസിൽ റിപ്പീറ്റഡ് കോഡ്സ് ഉണ്ടെങ്കിൽ അവരത് ക്ലീൻ അപ്പ് ചെയ്യും. ബാക്കിയുള്ള ഈ ക്ലീനിങ് ആൻഡ് റീഫാക്ടറിങ് കാര്യങ്ങൾ അവർ ഏറ്റെടുക്കും. Then there is another role called optimizer, whose responsibility is just to optimize the thing. And the last one is one of the things which I like. എനിക്ക് തോന്നുന്നു അതും യൂസ്ഫുൾ ആണ്. എന്ന് വെച്ചാൽ ഇറ്റ്സ് കോൾഡ് ദ ക്രിട്ടിക് ജഡ്ജ് പോലെ. അപ്പം ക്രിട്ടിക് ജഡ്ജ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, സോ ഹീ ഈസ് ദ വൺ ഹൂ കോഡ് റിവ്യൂസ് പോലെ എന്ന് വെച്ചാൽ ഹീ ആസ്ക്സ് ക്വസ്റ്റ്യൻ ലൈക്ക് ഇത് പൊട്ടത്തെറ്റാ, അങ്ങനെ അങ്ങ് പോയി പറയും ഇത് ഫ്ലോട്ട് കോഡാ. ബിക്കോസ് ഐ തിങ്ക് നിക്കോളസ് ഹാഡ് ദിസ് വിഷൻ. കാരണം കമ്പൈലർ ഇസ് നോട്ട് വെരി ഈസി ടു എക്സിക്യൂട്ട്. ഓരോ പാർട്ട് ബൈ പാർട്ട് ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും, പക്ഷെ അതിനെ മൊത്തം കമ്പൈൽ എന്ന് വെച്ചാൽ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ അത് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ സ്മോൾ ചങ്കിനെയും ക്വസ്റ്റ്യൻ ചെയ്ത് റിഫൈൻ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെ ഫൈനലി നമുക്ക് പീസസ് ആയിട്ട് കിട്ടത്തുള്ളെന്ന് പുള്ളിക്കാരനൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലൈക്ക് ഹീ മേഡ് ദിസ് റോൾ. അപ്പോൾ നമ്മുടെ റിയൽ ലൈഫിലാണെങ്കിൽ നിങ്ങളെങ്ങനെ ഇപ്പം ലൈക്ക് ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഒരു ക്രിട്ടിക് ഉണ്ട്. എന്ന് വെച്ചാൽ റിവ്യൂയിങ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അണ്ടർഗോ ചെയ്ത പ്രോസസ്സ്. അപ്പോൾ നിങ്ങളുടെ റിവ്യൂയിങ് എങ്ങനെ ഇപ്പം അറ്റ് ദ കമ്പനി ലെവൽ? I mean, usually ലൈക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PR റിവ്യൂ ചെയ്യുമോ? ഞങ്ങൾക്ക് റിവ്യൂ മറ്റേ സൈക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ജൂനിയർ എഞ്ചിനീയേഴ്സ് ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യും, അവർ ലോക്കലി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും, PR റേസ് ചെയ്യും. എൻ്റെ ആ ലിങ്ക് ആയിരിക്കും എനിക്ക് അയക്കുന്നത്. ഞാൻ ടിപ്പിക്കലി ഞാൻ ലൈക്ക് ഒരു ക്വിക്ക് ഗോ ത്രൂ ചെയ്യും. ആദ്യം എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ ആദ്യം ഫ്ലാഗ് ചെയ്യും, തിരിച്ച് അവരൊക്കെ സെൻഡ് ചെയ്യും. ഇത് ഫിക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ നോക്കാമെന്ന് പറയും. അഗൈൻ ഈ സൈക്ലിങ്ങിനെ റിപ്പീറ്റ് ചെയ്യും until it's good enough. നിങ്ങളുടെ ഇപ്പോഴത്തെ റിവ്യൂവിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് AI ഏജൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കോഡ് റാബിറ്റ് ഇല്ല, കോഡെക്സ് ഉണ്ട്. അപ്പം നമ്മുടെ PR ഓട്ടോമാറ്റിക്കലി ഗിറ്റബിലായതുകൊണ്ട് കോപ്പൈലറ്റ് ഇച്ചിരി കാര്യങ്ങൾ ചെയ്യും, അതിന് കോഡെക്സ് ഇച്ചിരി കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമ്മൾ തന്നെ കുറച്ച് റിവ്യൂ ചെയ്യും, എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ സെയിം പ്രോസസ്. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങൾ കോഡെക്സ് പ്രോംപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ലൈക്ക് സ്പെസിഫിക് കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. മറ്റേ എനിക്ക് എൻ്റെ പ്രീവിയസ് കമ്പനിയിൽ, നോട്ട് പ്രീവിയസ് ടു പ്രീവിയസ് കമ്പനിയിൽ ഞങ്ങൾ കോഡ് റിവ്യൂവിൽ ഒരു കോളിന് അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇറ്റ്സ് ലൈക്ക് ഒരു സാധനം ചെയ്ത് കഴിഞ്ഞിട്ട് ലൈക്ക് വി ഹാവ് എ ഡിസ്കഷൻ ഓൺ ദ കോഡ്. എന്ന് വെച്ചാൽ ഒരു സീനിയർ എഞ്ചിനീയർ കാണും, എന്ന് വെച്ചാൽ പുള്ളി കാഷ്വലി നമ്മൾ ഓക്കെ ഈ കോഡിനകത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ലൈക്ക് ഈ കോഡ് എന്താണ്. ഇതൊരു ടീച്ചിങ് മൊമെന്റ് ആണോ? നിങ്ങൾ എല്ലാ റിവ്യൂക്കും ഇത് ചെയ്യുമോ? ലൈക്ക് ക്രിട്ടിക്കൽ ഫങ്ഷനാലിറ്റീസിന് നമ്മൾ ഇങ്ങനെ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യും. നോട്ട് ലൈക്ക് ഇങ്ങനെ ലിങ്ക് മാറ്റുന്നതിന് ഇത് അങ്ങനെയൊന്നും ഇല്ല. ലിങ്ക് അല്ല, ഞാൻ പറഞ്ഞു സ്മോൾ ഇപ്പോൾ യൂട്ടിലിറ്റി എഴുതി, സോ ദാറ്റ് ഓൾ വിൽ സ്കിപ്പ്. മേ ബി ഇറ്റ്സ് സംതിങ് വിച്ച് ഇസ് വെരി ക്രിട്ടിക്കൽ, കണക്ടിങ് ടു ദ ക്രിട്ടിക്കൽ പൈപ്പ് ലൈൻ. അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് സിസ്റ്റം
മെർച്ചൻറ്റ് റിലേറ്റഡ് ഒരു PR ആണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യും, ഓക്കെ ഇവിടെ ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യണോ, കുറേ ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മെർച്ചൻ്റെ സൈഡിൽ സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. സോ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കൈൻഡ് ഓഫ് ഡിസ്കഷൻ യൂഷ്വലി ERD സമയത്ത് ചെയ്യുന്നത് അല്ലേ നല്ലത്? ഐ മീൻ ഇംപ്ലിമെന്റേഷൻ ബിഫോർ ചെയ്യുന്നതായിരിക്കില്ല. ERDയിൽ നമുക്കൊരു ഡിസ്കഷൻ ഉണ്ട്. എടാ ERDയിൽ ശരിയാണ്, പക്ഷേ ERDയുടെ ഇടയ്ക്ക് വെച്ച് കുറേ റിക്വയർമെന്റ്സ് അങ്ങ് മാറും. And then no one cares to update the ERD. That was also one of the flaws that I നമ്മൾ ഇത് നമുക്ക് ചെയ്യാം അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ്. അപ്പോൾ പിന്നെ നമ്മൾ ടച്ചപ്പ് ചെയ്യുന്നത് ഈ PR-ലെ സംഭവം. അതിപ്പോൾ ഞാൻ ഇച്ചിരി മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പോഴത്തെ പൈപ്പ് ലൈനിൽ ചുമ്മാ അങ്ങ് അങ്ങനെ എന്ന് വെച്ചാൽ ക്ലോഡിന് അങ്ങ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മളൊരു ഏജന്റിന് കൊടുക്കും. ഏജന്റ് കുറേ സ്റ്റാൻഡേർഡ്സ് വെച്ച് ചെക്ക് ചെയ്യും. ചിലതാണെങ്കിൽ അവർ ഒപ്റ്റിമൈസ് ആണെങ്കിൽ അവർ പറയും പിന്നെയും ഒപ്റ്റിമൈസ് ചെയ്യാം, ബിക്കോസ് അവർക്ക് മൊത്തം കോണ്ടെക്സ്റ്റ് കാണത്തില്ല. സോ ദി കാൺ ഫൈൻഡ് ദാറ്റ് ഫയൽസ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾ കാണാറുണ്ട്. അപ്പം ബട്ട് അതർവൈസ് ഇങ്ങനൊരു സാധനം ഡിസ്കഷൻ ഇസ് മിസ്സിങ്, മനസ്സിലായോ? പിന്നെ ഇതിനകത്ത് വേറൊരു ഡിബേറ്റ് വെൻ ദേ ആർ ബിൽഡിങ്, ഈ ബിൽഡ് ചെയ്തപ്പം ഒരു ഏറ്റവും കൂടുതൽ വലിയ ഡിബേറ്റ് സ്പാർക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാർ വെച്ച് ഡിസ്കസ് ചെയ്ത നീ പറഞ്ഞില്ല, ലൈക്ക് ഇവരുടെ ട്രെയിനിങ് ചെയ്യാൻ നേരത്ത് തന്നെ ഈ കമ്പൈലറിൻ്റെ കോഡ് ഒരു 2-3 പ്രാവശ്യം ഇവർ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം സോ വാട്ട് ഈസ് ദ ബിഗ് ഡീൽ ഇൻ ദിസ്? ലൈക്ക് ഓൾറെഡി ദേ നോ ഹൗ ടു മേക്ക് എ കമ്പൈലർ. വാട്ട് ഈസ് സോ മച്ച് ബിഗ് അബൌട്ട് ദിസ്? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ എനിക്കൊരു ഇച്ചിരി ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? ലൈക്ക് ഇത് ഓൾറെഡി പഠിച്ച സാധനമാണ്, സോ ഇത് വലിയ ഹാർഡായിരിക്കില്ല ചെയ്യാൻ. ആർക്ക്? AI-ക്ക്, ക്ലോഡിന് ചെയ്യാൻ, ബിക്കോസ് ദേ ആർ ട്രെയിൻഡ് വിത്ത് ഓൾ ഓഫ് ദീസ് ഡേറ്റ. കാരണം അവിടെ ഒരു നിക്കോളസ് ഒരു സാധനം പറയുന്നുണ്ട്, ലൈക്ക് ദിസ് ഇസ് എ ക്ലീൻ റൂം ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞൊരു കോട്ട് കൊടുക്കുന്നുണ്ട്. ക്ലീൻ റൂം എന്ന് പറഞ്ഞാൽ ബേസിക്കലി യെസ് എക്സാക്ട്ലി, ദേ ഡോണ്ട് ഹാവ് ആക്സസ് ടു ദി ഇന്റർനെറ്റ്. ദേ ആർ അവർക്ക് അങ്ങനെ സ്റ്റാക്ക് ഓവർഫ്ലോയിന്ന് പോയി സെർച്ച് ചെയ്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ ഡു യു അഗ്രി വിത്ത് ദാറ്റ് ടേം? ലൈക്ക് അപ്പം അവിടെ കുറേ ഡിബേറ്റ്സ് ട്വിറ്ററിൽ കിടക്കുന്നുണ്ടായിരുന്നു. ബട്ട് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? എനിക്ക് തോന്നുന്നത് ഇത് സ്റ്റിൽ വാല്യുബിളാണ്. കാരണം സ്പെഷ്യലി ഇൻ ദ ഈ പറഞ്ഞ ക്ലീൻ റൂം സിനാരിയോയിൽ, ബിക്കോസ് നമുക്കൊരു മോഡലുണ്ട്, നമ്മൾ ആ മോഡലിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ഡീറ്റ വെച്ചിട്ട്. നമ്മൾ എന്നിട്ട് അതിനൊരു പ്രോബ്ലം കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വാലിഡേഷനാണ്. നീ പറഞ്ഞ ഇഷ്യൂ എന്തോ, ലൈക്ക് LLM ഓൾറെഡി കോൺസെപ്റ്റ്സിൽ അറിയാം, അപ്പോൾ റീഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മീനിങ് എന്തോ ആണ്. റീഇംപ്ലിമെന്റ് ചെയ്യാൻ അത്ര പാടില്ലല്ലോ, ബിക്കോസ് നീ ഓൾറെഡി നീ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തോ ഇത്ര വലിയ പാട്, അതങ്ങ് റീകളക്ട് ചെയ്താൽ പോരെ. പക്ഷെ ഇപ്പം ഇങ്ങനെ ആലോചിച്ചാൽ ഇപ്പം ഓക്കെ റസ്റ്റിൽ ഇങ്ങനെ ഒരു ഇംപ്ലിമെന്റേഷൻ ഇല്ല, അപ്പോൾ അതൊരു ന്യൂ തിങ് ആയിട്ട് would have been gone through Rust code bases as well. So it might have some knowledge about how to write the syntax. Right. അപ്പോൾ ബേസിക്കലി കോൺസെപ്റ്റ് അറിയാം, syntax അത് ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്താൽ പോരെ. പക്ഷേ ആ ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യം ഇരിക്കുന്നത്, ലൈക്ക് ഇത് ഓക്കെ എനിക്ക് അറിയാം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, എനിക്ക് എൻ്റെ സിൻടാക്സ് അറിയാം, ഇത് ഞാൻ എങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ചാക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ പറയുന്ന കുറേ പേരുണ്ട്, മറ്റേ സൈഡും കുറേ പേരുണ്ട്. ലൈക്ക് ഇറ്റ്സ് നോട്ട്, ഇതിനു വേണ്ടി ഞാൻ $20,000 ഇതിന് കളയുന്നു, ഇത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ള സാധനം. അപ്പം അതിനകത്ത് വേറൊരു ആൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. സോ ഐ ഫൊഗോട്ട് ദ ടേം, ബട്ട് ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് വിത്ത് ഫസി സംതിങ്. അവർ പറയുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കൊച്ചുനാളെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വി ആർ ഫീഡിങ് ഇൻ എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. പെട്ടെന്ന് ഒരാൾ വന്നോട്ട് നിന്നോട് ആ ഇൻഫർമേഷൻ സ്പിറ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിഫിക്കൽട്ടായിരിക്കും. സോ വാട്ട് ബേസിക്കലി our brain would do is like it will blur out the information on your brains somewhere and all. You have idea, and it starts connecting the dots, like creating links and then figuring it out how to link. ഇങ്ങനെ നമ്മുടെ ബ്രെയിൻ. സോ അവർ പറയുന്നത് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ഗ്രേറ്റ് ഫീറ്റ് ഓഫ് എഞ്ചിനീയറിംഗ്. കാരണം എന്ന് വെച്ചാൽ LLM-ന് ഇങ്ങനെ ഇത്രയും ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഒറ്റയടിക്ക് കമ്പൈലർ ഉണ്ടാക്കാൻ പറഞ്ഞപ്പം it somehow figured out what are the steps that it needs to do. That itself is a great ഒരു എഞ്ചിനീയറിംഗ് ഫീറ്റ് ആയിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു. ലൈക്ക് സോ കമ്മിങ് ഡൗൺ, സോ ബേസിക്കലി ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പം ഒരു എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറേ പിറ്റ് ഫോൾസ് വന്നു. എന്ന് വെച്ചാൽ ലൈക്ക് ലാസ്റ്റിൽ
അവർ ബിൽഡൊക്കെ ചെയ്യാൻ നേരത്ത് ഇത് കോഡൊക്കെ എക്സിക്യൂട്ട് ചെയ്തു പാരലായിട്ട് എല്ലാം റണ്ണൊക്കെ ചെയ്തു. പാരലലി ഇപ്പം അരവിന്ദ് പറഞ്ഞ പോലെ അവർ ലോക്കിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യു കെൻ എക്സിക്യൂട്ട് ഇറ്റ് പാരലലി. ടാസ്ക് എല്ലാം ചെയ്തു വന്നു. ദ ഫൈനൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനത്ത് എത്തിയപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നു ദ തിങ്സ് കുറേ ബഗ്സ് വരാൻ തുടങ്ങി. ഇത് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയപ്പം അവർക്ക് മനസ്സിലായി. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ഇതിൻ്റെ ടെസ്റ്റിംഗ് ആണ് പിന്നെ എല്ലാവരും എടുത്ത് പറഞ്ഞത്. ലൈക്ക് ദ ഹാർനെസ് ടെസ്റ്റ്, ഹൗ ഡിഡ് ഹി എഞ്ചിനീയർ ദ ഹാർനെസ് ടെസ്റ്റ്. സോ ടെസ്റ്റ് ഹാർനെസ് യാ. സോ അതിനകത്ത് അവൻ പറയുന്നത് വെച്ചാൽ ഈ ബിൽഡ് കൊടുക്കുമ്പം കുറേ, ഇവിടാണ് ആ പോയിന്റ് വരുന്നത്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ടെസ്റ്റിൽ അവൻ പറയുന്നത് വെച്ചാൽ ലൈക്ക് ബിൽഡ് കൊടുക്കുമ്പം കുറേ എറേഴ്സ് വരും. അപ്പം ഇറ്റ് വിൽ ബി പേജസ് ലോങ് എറേഴ്സ് ബിക്കോസ് ഇറ്റ്സ് എ വെരി ബിഗ്, ഇറ്റ്സ് എ കമ്പൈലർ. സോ ദർ വുഡ് ബി ലോട്ട്സ് ഓഫ് എറേഴ്സ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഉള്ള ലിമിറ്റേഷനേ ഉള്ളൂ എൻ്റെ കോണ്ടെക്സ്റ്റിന്. സോ ഇത് സ്പിറ്റ് ഔട്ട് ചെയ്ത് വരുമ്പോൾ അത്ര എറേഴ്സ് വരുമ്പോൾ ആ കോണ്ടെക്സ്റ്റേ അങ്ങ് വാഷ് ഔട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് എറേഴ്സിലോട്ട് വരും. അപ്പോൾ എറേഴ്സിലോട്ട് വരുമ്പോൾ അതവിടെ അങ്ങ് സ്റ്റക്ക് ആവും. അവിടാണ് ആ കോണ്ടെക്സ്റ്റ് ക്ലിയർ. യെസ്, എക്സാക്ട്ലി. അപ്പോൾ കോണ്ടെക്സ്റ്റ് അങ്ങ് ഫില്ലപ്പ് ചെയ്തു. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ ഇപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതെങ്ങനെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്തെന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് നോക്കുമ്പം എല്ലാ ഏജൻസും സ്റ്റക്കായി. ഇറ്റ്സ് ലൈക്ക് എൻ എഞ്ചിനീയറിംഗ് പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ചില പോയിന്റിൽ നമ്മൾ എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ ചില ഒരു ബ്രേക്ക് പോയിന്റിൽ നമ്മളിങ്ങനെ എല്ലാവരും നോക്കി ഇനി എന്താ ചെയ്യുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ആ ക്വസ്റ്റ്യനിൽ ഇവരും വന്ന് നിന്നു. സോ ദാറ്റ്സ് വെൻ ഹീ കെയിം ഇൻ ടു പിക്ചർ. ആൻഡ് ദെൻ he identified that ഇത്ര എറർ കൊടുത്തെങ്കിൽ we have to create another system which will filter out all of these errors and tell them this is the specific error. അതിന് അവനൊരു ബാഷ് സ്ക്രിപ്റ്റ് എഴുതി. which will ഇങ്ങനെ ഇത്ര എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അവനൊരു ഫിൽട്ടർ ഉണ്ടാക്കി. ആ ഫിൽട്ടറിൽ കൂടെ ഈ എറേഴ്സ് പോവും. And that error will finally give that agent telling that this is the line number, you have to fix this error. Then it started working. ഇത് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ വേറൊരു ഇഷ്യൂ അവർ കണ്ടുപിടിച്ചു. അതാണ് അതിനകത്ത് മറ്റേ ആ റിപ്പോർട്ടിനകത്ത് വായിക്കുമ്പോൾ there is something called as time blindness. അതിന് ക്ലോഡിന് ഇഷ്ടംപോലെ, ക്ലോഡിന് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ ഇങ്ങനെ ഇൻഫിനിറ്റ് എമൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണ്. അതിനറിയണ്ടല്ലോ ബില്ല് ഇത്ര ഞാൻ കൊടുക്കുന്നത്. അപ്പം അത് അങ്ങനെ വരുന്നതുകൊണ്ട് ഇവർക്ക് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് എക്സോസ്റ്റ് ചെയ്യും. ബിക്കോസ് ഇവരൊരു പ്രോബ്ലം, അപ്പോൾ ഈ ഒരു സാധനം സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ ടെസ്റ്റ് റൺ ചെയ്യണം. അപ്പോൾ ഈ നോർമലി എന്തോ ക്ലോഡൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഒരു സാധനം റൺ ചെയ്തിട്ട് ഇവർ ആ എൻറ്റയർ ടെസ്റ്റ് സ്യൂട്ട് അങ്ങ് ട്രിഗർ ചെയ്യും. എൻറ്റയർ ടെസ്റ്റ് സ്യൂട്ട് ട്രിഗർ ചെയ്യുമ്പം ലിറ്ററലി യു ആർ വേസ്റ്റിംഗ് എ ലോട്ട് ഓഫ് ടൈം റണ്ണിങ് ദ, നമുക്ക് ആവശ്യമുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ആ ഫംഗ്ഷൻ്റെ മാത്രം ടെസ്റ്റ് റൺ ചെയ്താൽ മതി. പക്ഷേ ഇവർ ഫുൾ ടെസ്റ്റ് റൺ ചെയ്യും. ടെസ്റ്റ് റൺ ചെയ്തിട്ട് ലൈക്ക് ഇറ്റ് വിൽ എക്സോസ്റ്റ്. സോ ദാറ്റ് ഓൾസോ ഐ ഫൗണ്ട് ഔട്ട് ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഹീ കൈൻഡ് ഓഫ്, പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റാൻഡമായിട്ട് ആ ടെസ്റ്റിനകത്ത് ഒരു 1% അല്ലെങ്കിൽ 10% മാത്രം എടുത്തിട്ട് കൊടുക്കും. റൺ ചെയ്യാൻ ഇത്ര ടെസ്റ്റ് റൺ ചെയ്താൽ മതി. ഈ ടെസ്റ്റിനകത്തുനിന്ന് എന്തെങ്കിലും പൊട്ടിപ്പോയെങ്കിൽ നിങ്ങൾ അത് മാത്രം, യെസ്, അത് മാത്രമായിട്ട് ഫിക്സ് ചെയ്യാം. സോ ദാറ്റ്സ് എൻ അതർ എഞ്ചിനീയറിംഗ്. സോ ഫസ്റ്റ് ഈ ബിൽഡ് ദാറ്റ് ബാഷ്. Look, ഇവിടെ ഒന്നും AI ന്റെ, this is like pure engineering. So if you think that this is all AI doing the things, no. ഇതിനെല്ലാം നമുക്ക് ആ പ്രാക്ടിക്കൽ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് പുള്ളിക്ക് അത്രയും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ബിക്കോസ് I don't think so if I will do this. നിങ്ങൾക്ക് ലൈക്ക് നിങ്ങളെന്തായിരിക്കും ഈ സിറ്റുവേഷൻ ചെയ്യുക, ലൈക്ക് എങ്ങനെ ഇത് തിങ്ക് ചെയ്യണമെങ്കിൽ എൻ്റെ രീതിയിൽ ഞാൻ ഓർത്തിട്ടുണ്ട് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെ ഈ ഡേറ്റ സെറ്റ് കൊടുക്കും. ഈ പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ് എഞ്ചിനീയർ ഈ ഇഷ്യൂസ് ഒക്കെ പുള്ളിക്കാരൻ നേരത്തെ ഓൾറെഡി ഫേസ് ചെയ്താണ്. ഗിവൺ ഇനഫ് ടൈം നമ്മളെല്ലാവർക്കും സോൾവ് ചെയ്യാൻ പറ്റേണ്ട ഇതാണ്. അല്ല ഞാനപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ വൈബ് കോഡിന്റെ സാധനം ഞാൻ പറഞ്ഞു. ലൈക്ക് യു കാണ്ട്, ഇപ്പം നമ്മുടെ ആൾക്കാർ പറയുന്ന പോലെ ചുമ്മാ എല്ലാ ആപ്പും നമുക്ക് വൈബ് കോഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ബിക്കോസ് യു നീഡ് എക്സ്പീരിയൻസ് ടു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫേസിൽ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. സോ ഐ തിങ്ക് ടുവേർഡ്സ് ദ ലാസ്റ്റ് ഹി സോൾവ് ദാറ്റ് ഇഷ്യൂ സോൾവ് മോസ്റ്റ് ഓഫ് ഇറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ലല്ലോ, ലൈക്ക് ഇതൊരു ടോയ് പ്രൊജക്ട് എന്നല്ലേ? അല്ലല്ല, അത് ലാസ്റ്റിൽ അവർ they successfully built it. Like they compiled it, it was running. True. But എന്താ പറയുക, I think it takes a lot of time compared to GCC. അങ്ങനെ so what we found is like ഈ അവർ കമ്പൈലൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അത് ചെയ്ത് കഴിഞ്ഞിട്ട് ബേസിക്കലി ഇത് ആ ട്യൂറിംഗ് ടെസ്റ്റ് ഉണ്ടല്ലോ, ഈ GCCന്റെ ടെസ്റ്റ്, അപ്പോൾ അത് ഒറ്റയടിക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റിയില്ല.
എന്ന് വെച്ചാൽ ഇത് ഒറ്റ അടിക്ക് പാസ് ചെയ്യാന്ന്. സോ വാട്ട് ദിസ് ഗൈ അഗെയിൻ ഡിഡ് വാസ് തേർഡ് തിങ് വാട്ട് ഹി ഡിഡ്. Look, so they termed it as one term. They called it as Oracle system or GCC Oracle. Okay. So what is Oracle in engineering is എനിക്കൊരു വർക്കിംഗ് സാധനം ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ക്ലോണാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വർക്കിംഗ് സാധനം ബേസിക്കലി ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം അത് ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമാണ്. സോ വാട്ട് യു നോ, നമ്മളതിൻ്റെ ക്ലോൺ ഉണ്ടാക്കുമ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ വർക്കിംഗ് സാധനത്തിന് ഇച്ചിരി കുറേ ഒരു 90% ഓഫ് ലോഡ് ചെയ്തിട്ട് നിൻ്റെ ഈ ക്ലോൺ വെച്ചുകൊണ്ട് ഒരു 10% ഫസ്റ്റ് റൺ ചെയ്യും. ഓക്കെ, 10% വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് പിന്നെയും കുറച്ച് ആ ഒറിജിനൽ സിസ്റ്റത്തിനകത്തുനിന്ന് ഓഫ് ലോഡ് ചെയ്ത് വരും. സോ ഫസ്റ്റ് 90% അത് തന്നെ ചെയ്യും, പിന്നെ അത് 80% ചെയ്യും, പിന്നെ അത് 50% ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് ഒറാക്കിൾ ടെസ്റ്റ്. അപ്പോൾ സോ യു ആർ ടെസ്റ്റിംഗ് ഇറ്റ് ദാറ്റ് യുവർ സിസ്റ്റം ഈസ് ആക്ച്വലി വർക്കിംഗ്. അപ്പോൾ അങ്ങനെയാണ് അവർ റെഡ് ബ്ലൂ ഡിപ്ലോയ്മെന്റ് ഉണ്ടല്ലോ, സംതിങ് സിമിലർ എന്ന് വെച്ചാൽ. പക്ഷേ അവന് മനസ്സിലായെന്ന് വെച്ചാൽ ലാസ്റ്റ് വന്നിട്ട് 10% ഇപ്പോഴും ആ GCC എന്ന് വെച്ചാൽ ബിക്കോസ് ലാസ്റ്റിൽ ഈ ബൂട്ടപ്പ് ചെയ്യാൻ നേരത്തെ അവർ ബിൽഡ് ചെയ്തിട്ട് ഈ ബൂട്ട് ചെയ്ത് 16-bit കമ്പൈലറിൽ അവർക്ക് ഈ ലിനക്സ് കേർണൽ ലോഡ് ചെയ്യാൻ നേരത്ത് ഒരു 32 KB സൈസിൽ അവർക്കൊരു ഒരു മോഡ്യൂൾ ഉണ്ടാക്കണം. അത് എന്ത് നോക്കിയിട്ടും പറ്റുന്നില്ല. അവൻ ആ ഒപ്റ്റിമൈസർ ഇട്ടിട്ട് പോലും ഒപ്റ്റിമൈസറിന് പോലും ആ ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ദെൻ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇത് നടക്കുന്നില്ല, ഇതിവിടെ നമുക്ക് GCCനോട് തന്നെ പറയാം. സോ like so they successfully I think one of the tests they passed is like the Doom test. Doom. Yes, Doom എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട് ബേസിക്കലി. അത് വെച്ചുകൊണ്ടാണ് അത് കമ്പൈൽ ചെയ്ത് അത് റൺ ചെയ്യുവാണെങ്കിൽ ideally in the ideal world your compiler is working because it goes through graphics testing ഉണ്ട്, audio testing ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച്. സോ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഹാർഡ്വെയർ ഡിവൈസസ് ഉണ്ടാക്കുന്ന എല്ലാവരും ഡൂം ആണോ ബേസിക്കലി അതൊരു മീമാണ്. ആൾക്കാർ എന്തോ ട്രൈ എന്ന് പറഞ്ഞാൽ ഡൂം എടുത്തിട്ട് അൺഎക്സ്പെക്റ്റഡ് പ്ലേസിൽ റൺ ചെയ്യാൻ നോക്കും. ഫോർ എക്സാമ്പിൾ ഫ്രിഡ്ജിൻ്റെ ഹാർഡ്വെയറിൽ അല്ല സ്മാർട്ട് വാച്ച്. അപ്പോൾ ആ രീതിയിൽ ഇതും നോക്കിയതാ ക്യാൻ ഇറ്റ് റൺ ഡൂം എന്നുള്ള. അല്ല പക്ഷേ ഡൂം ഞാൻ വായിച്ചപ്പോൾ ബിക്കോസ് ദാറ്റ് ഗെയിം ഈസ് വെരി ഗെയിം എല്ലാ ടച്ച് പോയിന്റ്സിലും നമ്മുടെ ഹാർഡ്വെയറിലെ എല്ലാ ടച്ച് പോയിന്റ്സിലും അത് ഇറ്റ് റൺസ് ത്രൂ ദാറ്റ്. ബട്ട് അതും പാസ്സായിട്ട് പക്ഷേ റിയാലിറ്റിയിൽ ഇവർക്കത് ഫുൾ പാസ് ചെയ്യാൻ പറ്റില്ല. ലിനക്സ് കമ്പൈൽ ചെയ്തു, ലിനക്സ് കേർണൽ കമ്പൈൽ ചെയ്തു, they made the build. Linux into Postgres, Redis അതെല്ലാം ചെയ്തില്ലേ? Yes, Postgres, Redis, SQLite, FFmpeg പിന്നെ Linux. The hardest was Linux to compile. അത് അവർ successful ആയി. But eventually they understood that code അത്ര രക്ഷയില്ല. The code is bloated. കാരണം ഓരോ സാധനങ്ങൾ പിന്നെ അത് ഓരോന്നായിട്ട് പൊളിയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അതിന്റെ മാക്സിമം എത്തി, ഓപ്പസിന്റെ മാക്സിമം എത്തി. അപ്പം ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്യുമ്പം അടുത്ത കോണ്ടെക്സ്റ്റിൽ അത് മറ്റേത് ബ്രേക്ക് ചെയ്യും. സോ ആൻഡ് ഹ്യൂമൻസ് വെർ റിയലി നീഡഡ് ഓവർ ദെയർ ടു ആക്ച്വലി ഐഡന്റിഫൈ. എന്നിട്ട് ഇവനാണെങ്കിൽ ആക്ച്വലി പോയി കോഡ് നോക്കി, എന്നിട്ട് നോക്കിയപ്പോൾ പറഞ്ഞു ഇത് റസ്റ്റിന്റെ 7 അയലക്കത്ത് വരത്തില്ല. അപ്പം നമുക്ക് മനസ്സിലായി, ഹെൻസ് പ്രൂവ്ഡ് അവന്റെ ജോലി അവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവന്റെ CEO ആണ് പറയുന്നത് നാളെ അവനെ പറഞ്ഞു വിടും. So yeah, but the reality is this. So this was the experiment altogether. But നമ്മളപ്പം ഇപ്പോഴും എനിക്ക് തോന്നുന്നു റാപ്പ് അപ്പ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ലൈക്ക് ഇത് വായിച്ചപ്പോൾ ഒരു ഇച്ചിരി സമാധാനം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്ങും ഹ്യൂമൻ എഞ്ചിനീയേഴ്സ് ഒബ്സൊലീറ്റ് ആവത്തില്ല. വാട്ട് യു തിങ്ക്? ലൈക്ക് I don't think so. ഇത് on the other side ആണ് അല്ലേ? AI will take over എന്നുള്ള ഒരു ഇതല്ലേ? ടേക്ക് ഓവർ എന്നല്ല, ലൈക്ക് എനിക്ക് ആക്ച്വലി നമ്മൾ ബോറിംഗ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ നമ്മൾ ചെയ്യുന്നത്, അത് AI ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി വരുമായിരിക്കും. അത് ഡെഫിനറ്റ്ലി വരുമായിരിക്കും. ബിക്കോസ് ഇവിടെ തന്നെ ആണെങ്കിലും ഇവൻ മോസ്റ്റ്ലി ഇൻസ്ട്രക്ട് ചെയ്യുമായിരുന്നു. നമ്മൾ എനിക്ക് തോന്നുന്നു ഇൻസ്ട്രക്ഷൻ ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് സോ യു വിൽ റൈറ്റ് കോഡ്. അത് ചിലപ്പോൾ മോസ്റ്റ്ലി നീ ഇപ്പം നമ്മളിപ്പോൾ റീക്രിയേഷണലായിട്ട് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി ഒരു ആക്ടിവിറ്റി മൈ ഹോബി ഈസ് ലേണിംഗ് കോഡ്, അങ്ങനെ കോഡിങ് മാനുവലി റൈറ്റിംഗ് കോഡ്. അതെനിക്ക് തോന്നുന്നത്. ലൈക്ക് അല്ലാതെ I think the next shift is happening to instruct your agents to, implement അതേ വരത്തുള്ളൂ അല്ലേ? എനിക്ക് തോന്നുന്നില്ല നമ്മളിനി കുത്തിയിരുന്ന് ഈ കോഡൊക്കെ എഴുതി സാധനം ചെയ്യുമെന്ന്. ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷെ
ഇൻസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഇനി നമ്മൾ എടുക്കേണ്ടത്. ലൈക്ക് യു വിൽ ഹാവ് ടു നോ ദ സിസ്റ്റം. ഞാനിപ്പോഴും അതാ പറയുന്നത്, കുറേ ലൈക്ക് ബേസിക്കലി ജൂനിയർ എഞ്ചിനീയേഴ്സ് ആവശ്യമില്ലാത്ത കുറേ പേര് പറയുന്നുണ്ട്. ബട്ട് ഐ വുഡ് സേ ദാറ്റ് you need junior engineers, then only you will know what is the system being built, right? So vibe coding I don't think so if you can do vibe coding with these compilers and all. And if anyone is thinking like vibe coding is coming and that is going to come, I don't think so that's possible, because not yet, it's not there. Chumma make a compiler nu parnu kayna enikku thonnilla avade kittum. And cost wise down the line പറ്റുമായിരിക്കും. ഡൗൺ ദ ലൈൻ KP ഉണ്ടാക്കുന്നത് ഞാനല്ല, Anthropic. അല്ല, എന്നിട്ട് ആ കോസ്റ്റ് ആണെങ്കിലും കോസ്റ്റിനെ കുറിച്ച് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നത് $20,000 ഫോർ എൻ API ഇസ് ലെസ്. ബട്ട് ഞാൻ അത് നോക്കുന്ന വെച്ചാൽ കമ്പനി വൈസ് നോക്കുമ്പോൾ ജൂനിയർ ഡെവലപ്പേഴ്സിൻ്റെ ഇത് കവർ ചെയ്ത് അത് ചെയ്തു. ബിക്കോസ് ഒരു എഞ്ചിനീയറിന് ഇപ്പോൾ US സാലറി $200,000 ആണ്. അപ്പം I don't think so that അതും എനിക്ക് തോന്നുന്നു ലൈക്ക് 10 months and 2 months ചെയ്ത് അങ്ങനെ എന്തോ ടൈം സേവും ടൈം സേവിങ് ആസ്പെക്റ്റും ഉണ്ട്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ this is like a scary part, but it's a very interesting part. Scary for people who, I would say, like people who are not ready to upskill to that particular level, but otherwise I think alright, we can wrap okay. up. അപ്പം നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങളിത് വായിക്കാൻ ഞങ്ങൾ റിപ്പോർട്ട് ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. So if you have any comments, do let us know, and hope you like this episode. Until next time, bye-bye. Bye.